ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. ഇത് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉള്ള ഒരു കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കാരമൽ സിറപ്പാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു ചൂട് കെട്ടിയുള്ള പാത്രത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് അതിലേക്ക് 1/4 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു അരിപ്പയിൽ കൂടെ 2 തവണ അരിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലോട്ട് 3 മുട്ട എടുക്കണം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപടി ഉപയോഗിക്കരുത്, അത് തണുപ്പ് മാറ്റിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബീറ്റർ വേണമെന്നില്ല, ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ലോ സ്പീഡിലൊരു 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ മുട്ടയുടെ ഒരു റോസ് സ്മെൽ ഉണ്ടാവത്തില്ല. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. കാരമൽ സിറപ്പ് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ഈന്തപ്പഴമാണ്. ഇനി 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. കാഷ്യൂ നട്ട്സ് നിർബന്ധമില്ല, ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 പോർഷനായിട്ട് ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒത്തിരി മുറുക്കി ഇളക്കരുത്, ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് ഞാൻ എൻ്റെ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ടിന്ന് ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലിലോട്ട് കുറച്ച് നട്ട്സും കൂടെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ഈ 40 മിനിറ്റ്സ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ 40 മിനിറ്റ്സ് കൊണ്ട് ഇതായിട്ടില്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ്സ് കൂടെ 170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യാം. ഇപ്പോൾ 40 മിനിറ്റ്സ് കൊണ്ട് ഈ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്